മക്കളെ, അങ്ങനെ നമ്മുടെ ലൈഫിലെ ആദ്യത്തെ പബ്ലിക് എക്സാം പൊതു പരീക്ഷ എഴുതാൻ പോവാണ് അല്ലേ. അപ്പോൾ ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മൾ മലയാളം പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ എടുക്കണം എന്നാണ് ടീച്ചർ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ മലയാളം പരീക്ഷയിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യം, നമുക്ക് എത്ര പാഠഭാഗങ്ങളുണ്ടോ അത്രയും പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. ഓരോ പാഠഭാഗവും ഏത് സാഹിത്യ വിഭാഗത്തിലാണ് വരുന്നത്, അതായത് കഥയാണോ, കവിതയാണോ, നോവലാണോ, അതിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താണ്, ഏതൊക്കെ വിഷയമാണ് ആ ഒരു പർട്ടിക്കുലർ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾക്ക് അറിയേണ്ടത്. അതായത് ഓരോ പാഠഭാഗവും എന്താണ്, ആരാണ് ആ പാഠഭാഗം എഴുതിയത്, ആ പാഠഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്, അത് നമുക്ക് ഇത്രയും കാലമായിട്ട് നമ്മൾ 10ാം ക്ലാസ് തുടങ്ങിയത് മുതൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ നമ്മളെ കയ്യിലുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ചോദ്യ മാതൃകകളാണ് അല്ലെ, ഗദ്യരചനകൾ. ഇപ്പം നമുക്ക് ഉപന്യാസം ചോദിക്കും, നമ്മളോട് പ്രസംഗം, മുഖപ്രസംഗം, ആസ്വാദനക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം, ഇങ്ങനെ കുറേ ചോദ്യ മാതൃകകൾ നമുക്ക് വരാറില്ലേ. ഇത് ഓരോന്നും എങ്ങനെയാണ് എഴുതേണ്ടത്, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഘടന എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞ 10 വർഷമായി മലയാളം പഠിക്കുന്ന നമ്മളുടെ കയ്യിലുണ്ടല്ലോ, നമുക്കറിയാലോ. ഇനിയാണ് ടീച്ചർ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് സമയമാണ്. ടൈം മാനേജ്മെൻ്റ് ആണ് മലയാളം പരീക്ഷകളിൽ ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്നത്. കാരണം എന്താടാ, നമുക്ക് 40 മാർക്കിനാണ് നമ്മൾ പരീക്ഷ എഴുതിയെടുക്കേണ്ടത്. 1.5 മണിക്കൂർ സമയം മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാനുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമാണെങ്കിൽ നമുക്ക് 12 വരെയാണ് അല്ലേ, 12 ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതിൽ 7 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ 7 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ എത്ര സമയം കൊണ്ടാണ് എഴുതേണ്ടത്? മാക്സിമം ഒരു 15 മിനിറ്റ് സമയം കൊണ്ടാണ് 7 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ എഴുതേണ്ടത്. അതേപോലെ നമുക്ക് 5 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളാണുള്ളത്. 5 മാർക്കിൻ്റെ 4 ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു ചോദ്യത്തിന് നമ്മൾ 10 മിനിറ്റ് സമയം വെച്ചിട്ട് ഏകദേശം 40 മിനിറ്റ് സമയം വേണമല്ലോ നമുക്ക് എന്തിന്, നമ്മളുടെ ഷോർട്ട് എസ്സേ, അതായത് 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതാൻ നമുക്ക് മാക്സിമം ഒരു 40 മിനിറ്റ് സമയം വേണം. 1.5 മണിക്കൂറേ ഉള്ളൂ എന്ന് നമ്മൾ ആലോചിക്കണേ. അതോടൊപ്പം തന്നെ നമുക്ക് 3 മാർക്കിൻ്റെ 3 ചോദ്യങ്ങളുണ്ട്. 3 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന് നമ്മൾ മാക്സിമം 6 മിനിറ്റ് സമയം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 18 മിനിറ്റ് സമയം എന്തിനു വേണം, നമ്മുടെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് വേണം. പിന്നെയുള്ള ചോദ്യം എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയുള്ള 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് മാക്സിമം ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ടീച്ചർക്ക് അറിയാം നമ്മൾ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ, 1.5 മണിക്കൂറിൽ ഇത്രയും എഴുതി തീരുമെന്നൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്കുണ്ടാവും. ഈ ഒരു പാറ്റേൺ അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു സമയക്രമം പാലിച്ച് എഴുതി കഴിഞ്ഞാൽ 1 മണിക്കൂർ 23 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, നമ്മളുടെ പരീക്ഷ എഴുതി തരും. ബാക്കിയുള്ള ഒരു 5 മിനിറ്റ് സമയം എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളുടെ ധൃതിയിൽ ആദ്യം എഴുതുന്ന പരീക്ഷയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും, പലതരത്തിലുള്ള ആകുലതകളൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്പറൊക്കെ എഴുതാൻ, മാർക്ക് ചെയ്യാൻ വിട്ടുപോകുന്നതൊക്കെ സാധാരണയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ബാക്കി വെച്ച് എഴുതിയ അല്ലേ ചോദ്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, നമ്പേഴ്സൊക്കെ കൃത്യമായി ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് പോസിബിൾ ആണോ എന്നുള്ളതിൽ ഇപ്പോഴും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എനിക്കറിയാം. പോസിബിൾ ആയേ പറ്റുള്ളൂ. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ആദ്യത്തെ 15 മിനിറ്റ് സമയം എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ 15 മിനിറ്റ് സമയം കൂൾ ഓഫ് ടൈം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു കുട്ടിക്ക്, അതായത് എല്ലാ ചോദ്യങ്ങളും കൃത്യമായി വായിച്ച് അല്ലെ ആ 15 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം അപ്പം തന്നെ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണം. അതേപോലെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിലേതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, ഏത് എഴുതണം എന്നൊക്കെ എന്ത് ചെയ്യണം, ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പിച്ച് വെക്കണം. ഈ 15 മിനിറ്റ് ശരിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1.5 മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പരീക്ഷ എഴുതി തരും. അപ്പോൾ ചോദ്യം അറിയാത്തത് കൊണ്ടോ പാഠം അറിയാത്തത് കൊണ്ടോ പലപ്പോഴും മലയാളത്തിന് നമുക്ക് മാർക്ക് മിസ്സാവാറില്ല. മാർക്ക് മിസ്സാവുന്നത് എപ്പോഴും എന്തിനാണ്, ടൈം മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് വളരെ കൃത്യമായ രീതിയിൽ മക്കൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് എന്താണ്, A+ അല്ല ഫുൾ മാർക്കും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലേ നിങ്ങളുടെ കൂടെ. ഇനിയുള്ള മാരത്തോൺ ലൈവുകളിലായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ, ഈ ചോദ്യരൂപങ്ങളും പാഠഭാഗത്തിൻ്റെ ആശയമൊക്കെ, അതൊക്കെ കൃത്യമായ രീതിയിൽ നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നതായിരിക്കും. ഇനിയുള്ള സമയം നമുക്ക് ഒരുമിച്ച് അല്ലേ ഏറ്റവും നമുക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. പേടിയില്ലാതെ നമുക്ക് ഫുൾ മാർക്കും വാങ്ങുന്ന രീതിയിൽ പരീക്ഷ എഴുതാം.